ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. വന്യമൃഗ ആക്രമണങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ഫെബ്രുവരി 24-25 തീയതികളിൽ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1972 വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക, ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും കർഷക രക്ഷായാത്രയിൽ ഉന്നയിക്കുന്നു. നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നുകൂടി കിസാൻ സഭ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ വന്യജീവി നിയമം 1972 കൊണ്ടുവന്ന സെൻട്രൽ ഗവൺമെന്റ് അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്നത്. കിസാൻ സഭ ആവശ്യപ്പെടുന്നത് 1972 വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനെ ഭേദഗതി ചെയ്യുക. മറ്റൊരാവശ്യം, ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കണം എന്നുകൂടി കിസാൻ സഭ ഈ യാത്രയുടെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നു. 24 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ചെറുപുഴയിൽ കർഷക രക്ഷായാത്ര ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി CP സോജൻ ജാഥ ലീഡറും ജില്ലാ പ്രസിഡന്റ് PK മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറും സംസ്ഥാന കൗൺസിൽ അംഗം KV ഗോപിനാഥ് ഡയറക്ടറുമാണ്. കണ്ണാടിയൻ ഭാസ്കരൻ, പായൻ ബാബുരാജ്, പയ്യരട്ട ശാന്ത എന്നിവർ ജാഥ അംഗങ്ങളാണ്. 25 രാവിലെ തേർത്തലയിൽ നിന്നും ആരംഭിക്കുന്ന കർഷക രക്ഷായാത്ര വൈകുന്നേരം 5 കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അജിത് കുമാർ, കൺവീനർ KS അനിൽകുമാർ, സംഘാടക സമിതി വൈസ് ചെയർമാൻ VM ജോസഫ്, പഞ്ചായത്ത് അംഗം സിബി തോമസ് എന്നിവർ പങ്കെടുത്തു. കൊണ്ടുവരണം, അത് സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നതായിരിക്കണം എന്നതാണ് കിസാൻ സഭ മുമ്പോട്ട് വെക്കുന്ന അജണ്ട. മാത്രമല്ല, വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ പല തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്താലുണ്ടാവുന്നത്. വളരെയധികം കാലഹരണപ്പെട്ട കാലത്തുള്ള തുകകളാണ്. കാലോചിതമായി അത് പരിഷ്കരിക്കേണ്ടതുണ്ട്. അത് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നാണ് മറ്റൊരു ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആറളം ഫാം എന്നത് നമ്മുടെ നാട്ടിലെ പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് വഴി ആ വിഭാഗത്തിൽപ്പെട്ടവരോടുള്ള കടുത്ത അനീതിയും അത് സ്വകാര്യ വ്യക്തികൾക്ക് മറ്റു തരത്തിലുള്ള ഗുണകരം ഉണ്ടാക്കുന്ന രീതിയിൽ ദീർഘകാല പാട്ടത്തിൽ കൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കിസാൻ സഭയ്ക്കുള്ളത്. ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നതാണ്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇപ്പോൾ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ വനപ്രദേശത്ത് നിന്ന് 3 കിലോമീറ്റർ പരിധിയിൽ ഒരു വനമൃഗം വരാണ്, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള പെർമിഷൻ നിങ്ങൾ കർഷകർക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളിലെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഏറ്റവും സമീപ ഭാഗങ്ങളിൽ വരാൻ പോവുകയാണ്. അത് സർക്കാർ മനസ്സിലാക്കുക. ഈ കർഷകരെ ഏറ്റവും പെട്ടെന്ന് അവരെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുക. അവരിപ്പം നിരാശരായിട്ട് ആ സ്ഥലങ്ങൾ കൈവിഴിഞ്ഞ് മാറി അത് വന്യമൃഗങ്ങൾ കൈകേറി അത് പെട്ടിവരുകി നാട്ടിലേക്ക് വന്ന് ചേക്കറി കഴിഞ്ഞു. ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരിക, അതിന് വേണ്ട സത്വ നടപടികൾ സ്വീകരിക്കുക. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.